വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി തമിഴ്നാട്, കേരള മോട്ടോർ വാഹന വകുപ്പുകൾ. താഴേക്ക് പതിച്ച വാഹനം പാറക്കെട്ടുകളിലിടിച്ച് തകർന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടത്. അപകട സമയത്ത് ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത് സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് ആയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും പാലക്കാട്ട് നിന്ന് ഷാരിഖ് നവാസും ചേരുന്നു. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരനിലേക്ക്. ശ്രീജിത്ത് ശ്രീകുമാരൻ, ഈ വാൽപ്പാറ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മോട്ടോർ വാഹന വകുപ്പുകൾ. അവർ സംയുക്തമായാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് വിവരം. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ദിലീപ് കുമാർ ഈ ഒരു പരിശോധന തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മോട്ടോർ വാഹന വകുപ്പിന്റെ സംയുക്ത സംഘം ഈ വാൽപ്പാറയിലെ 9ാം വളവിലും അതുപോലെ തന്നെ 13ാം വളവിലും പൂർത്തീകരിച്ചത്. ഈ 9ാം വളവിൽ നിന്ന് നേരെ 13ാം വളവിലേക്ക് താഴത്തേക്ക് നിലം പതിക്കുകയായിരുന്നു ഈ ഒരു ടെമ്പോ ട്രാവലർ. അതിലാണ് നിർണായകമായ കണ്ടെത്തലുള്ളത്. നിലവിൽ 21 വയസ്സുകാരനായ ആ ഡ്രൈവർ അല്ല ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അത് ഈ നൌഷാദ് എന്ന ആ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറാണ്. നിലവിൽ ആ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഓടിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോയമ്പത്തൂരിൽ ചികിത്സയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് പുരോഗതിക്കനുസരിച്ച് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും, നൌഷാദിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നിർണായകമായ മറ്റൊരു കണ്ടെത്തൽ, ഈ വാഹനം ഇടിച്ച് പാറക്കെട്ടുകളിലിടിച്ച് കുറേ ആളുകൾ തെറിച്ചു പോയിരുന്നു. ആ തെറിച്ചു പോയ ആളുകളാണ്, ഈ 2 കുട്ടികൾ ഉൾപ്പെടെ ആ തെറിച്ചു പോയ ആളുകളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്, പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന കണ്ടെത്തലാണുള്ളത്. എന്താണ് ഇത് ഈ വാഹനത്തിന് ഈ ഒരു അപകടത്തിന്റെ കാരണമെന്നത് പ്രാഥമികമായി ഒരു വിവരം ഇപ്പോൾ തമിഴ്നാടിന്റെയും അല്ലെങ്കിൽ കേരളത്തിന്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. അവർ പറയുന്നത് കൂടുതൽ തുടർ പരിശോധനകൾ വേണം, ബ്രേക്ക് നഷ്ടമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ കൂടുതൽ പരിശോധനകൾ വേണം. അതിനുവേണ്ടിയുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വാഹനം ഓടിച്ചത് നൌഷാദാണ് എന്ന ഒരു പ്രാഥമികമായ കണ്ടെത്തലാണുള്ളത്. ഇതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തണം. അതെന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ദിലീപ് കുമാർ. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് കൂടി ചേരുകയാണ്. ഷാരിഖ് നവാസ്, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന ആശാവഹമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ സങ്കടകരമായ, വലിയ ദുഃഖകരമായ വാർത്തകൾ നൽകുമ്പോൾ, അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് 9 പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദുഃഖകരമായ വാർത്ത നൽകുന്നതിനിടയിൽ ഇന്ന് ഇത്തരത്തിൽ വലിയൊരു ആശാവഹമായെങ്കിൽ വലിയ അല്പാശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ട് എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാർ അത്തരത്തിൽ ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. 3 പേരാണ് ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നത്. അതായത് ഈ അപകടത്തിൽ മരിച്ച സാജിദയുടെ മകൻ ഷഹദിൻ, 10 വയസ്സാണ് ആ കുട്ടിക്ക് പ്രായം. അതുപോലെ തന്നെ വാൻ ഡ്രൈവർ, ഈ വാഹനം ഓടിച്ചിരുന്ന വാൻ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, അതുപോലെ തന്നെ ഈ സ്കൂളിലെ പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഈ കുട്ടിക്ക് ഷഹദിന് തലയ്ക്കാണ് പരിക്കേറ്റിരുന്നത്. മറ്റു 2 പേർക്കും നട്ടലിനാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. എന്നാൽ ഇവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനിയും അതായത് ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. എന്തായാലും ഇവരുടെ ചികിത്സ തുടരുകയാണ്. മറ്റു വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അതും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങളും ആശുപത്രിയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ആശാവഹമായ അല്ലെങ്കിൽ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.